വയനാട് അട്ടമല ഏറാട്ടുകുണ്ട് വനമേഖലയിലേക്ക് പോയ ആദിവാസി കുടുംബത്തെ കണ്ടെത്താൻ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ കൃഷ്ണൻ, ഗർഭിണിയായ ഭാര്യ ലക്ഷ്മി, മകൻ എന്നിവരാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയതും കാണാതായതും. ഏറാട്ടുകുണ്ട് എന്ന് പറയുന്നത് അട്ടമല പ്രദേശം, അതായത് ചൂരൽമല അട്ടമല പ്രദേശമാണ് ഏറാട്ടുകുണ്ട് എന്ന് പറയുന്നത്. അതിന് താഴെ വനമേഖലയാണ്. വനമേഖല എന്ന് പറയുമ്പോൾ നിലമ്പൂർ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശമാണ്. അതിസങ്കീർണമായ ഭൂപ്രദേശമാണിത്. കാരണം ചെങ്കുത്തായ മലനിരകൾ, ഗുഹകൾ ഇതെല്ലാം തന്നെ നിറഞ്ഞ ഒരു മേഖലയാണ്. ഇവിടെയായിരുന്നു ഈ കുടുംബത്തിന് വേണ്ടി പരിശോധന നടന്നത്. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ കൃഷ്ണനും ഭാര്യ ശാന്ത എന്ന ലക്ഷ്മിയും ഒപ്പം തന്നെ 2.5 വയസ്സുള്ള ആൺകുട്ടിയും അവരാണ് വനത്തിലേക്ക് പോയത്. ഇവർ സ്ഥിരമായി വനത്തിലേക്ക് പോകുന്ന ആളുകൾ തന്നെയാണ്. മാത്രമല്ല വനത്തിലെ ഗുഹകളിലും മറ്റും താമസിക്കുന്ന ഒരു രീതി കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. ഒരുപക്ഷെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് ദുരന്തത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് സംഘം ഒരു റെസ്ക്യൂ നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തതാണ്. അതായത് വനത്തിനകത്ത് നിന്ന് ഒരു കുട്ടിയെ കെട്ടിവെച്ചുകൊണ്ട് താഴേക്ക് ഇറക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ അന്ന് പ്രചരിച്ചതാണ്. ആ കുടുംബം തന്നെയാണ് ഈ കൃഷ്ണന്റെയും ശാന്തയുടെയും കുടുംബം. ഇവർ വനമേഖലയെ കേന്ദ്രീകരിച്ച് തന്നെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവരെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒരു ശ്രേയസ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പുറത്തേക്ക് കൊണ്ടുവരികയും ഗർഭിണിയായ ഈ ശാന്തയ്ക്ക് ചികിത്സ നൽകാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവർ അവിടെ അധിക സമയം നിന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ പുറം ലോകവുമായി അധികം ബന്ധപ്പെടാത്ത ആളുകളാണ്. അവർ നേരെ വീണ്ടും വനത്തിലേക്ക് പോയതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 4-ാം തീയതി മേപ്പാടി ടൗണിൽ ഇവർ എത്തിയിരുന്നു. ഇതിനുശേഷം ബാങ്കിൽ നിന്ന് പണമെടുത്തു, സാധനങ്ങൾ വാങ്ങി. ഇതിനുശേഷം വീണ്ടും വനത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവർ ഗർഭിണിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം 8 മാസത്തോളം ഗർഭിണിയാണ് എന്നുള്ളതാണ്. നേരത്തെ ഇവർക്ക് 4 മക്കളാണ് ഉള്ളത്. അതിൽ 3 മക്കൾ ഉള്ളത് ട്രൈബൽ വകുപ്പിന്റെ കീഴിലുള്ള ഹോസ്റ്റൽ അവരെ ആക്കി അവർക്ക് പഠനമടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. മറ്റൊരു കുട്ടിയാണ് കുട്ടിയുമായാണ് ഇവർ വനമേഖലയിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഗർഭിണിയാണ് എന്നുള്ളതും പ്രതിസന്ധിയാണ്. ഇന്നലെ നടന്നത് വലിയ രീതിയിലുള്ള ഒരു കോമ്പിംഗ് ആയിരുന്നു. അത് പോലീസും ഒപ്പം തന്നെ ട്രൈബൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ 6 ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നുള്ള സംയുക്ത പരിശോധനയാണ് ഇന്നലെ നടന്നത്. അത് എത്രമാത്രം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും. അതൊരു എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രമാത്രം സങ്കീർണമായ പരിശോധനയാണ് ഇന്നലെ നടന്നതെന്ന് വ്യക്തമാകും. എന്തായാലും നിലവിൽ ഇവർ ഈ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ മാറിക്കളയുന്ന രീതിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതനുസരിച്ച് ഈ പ്രദേശത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഇവരുമായി അടുപ്പമുള്ള ആളുകളെയും നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ആരോഗ്യാവസ്ഥ അടക്കം പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം വനമേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത്.